എൻ്റെ പേര് രാജേഷ്. ഫുൾ നെയിം രാജേഷ് ഷൺമുഖൻ എന്നാണ്. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു നാടാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൻ്റെ പ്രോപ്പർ ഹൃദയഭാഗത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലെ തൃശ്ശൂർ താലൂക്ക് ബേസിലുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരുടെ ഒരു സഹകരണ സംഘത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. 2 ആൺകുട്ടികളാണുള്ളത്. നിങ്ങൾ എപ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങിയത്? ആരാണ് അത് നിങ്ങൾക്ക് ശുപാർശ ചെയ്തത്? ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയാണ് കണ്ടിരുന്നത്. അപ്പോൾ ഞാനത് അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. പിന്നെ മാസികകളിലൊക്കെ അതിൻ്റെ റിവ്യൂകളൊക്കെ വരാറുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഇൻഷുറൻസ് അഡ്വൈസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ സാറിനെ യാദൃശ്ചികമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞ് തരാനായിട്ട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വർക്കിംഗ് ടൈമിൽ തന്നെയാണ് അദ്ദേഹം വന്നത്. അങ്ങനെയാണ് എനിക്ക് ആൾ ചൂസ് ചെയ്ത് തന്നത് ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പോളിസിയാണ്. ആ പോളിസി എനിക്ക് കംഫർട്ടായിരുന്നു. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കംഫർട്ടായിരുന്നു. അങ്ങനെ അതാണ് ഞാൻ ചൂസ് ചെയ്തത്. നിങ്ങൾ ഏതെങ്കിലും ക്ലെയിം എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ക്ലെയിം അനുഭവം എങ്ങനെയായിരുന്നു? ആക്ച്വലി അത് ഞാൻ ശരിക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു. 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മൂത്ത മകന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ആൾക്ക് ഈ പൈസ ക്ലെയിം ചെയ്ത് കിട്ടി. ഞങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് തന്നെയാണ് അത് കിട്ടിയത്. ആ ക്യാഷ്ലെസ് ആയിട്ട് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും കൂടിയും വേറെ വേണ്ടി വന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ അവയർനെസ് വേണമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ബോധ്യപ്പെട്ടു. കാരണം പ്രധാനമായിട്ടും ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ വരുമാനം എൻ്റെ വരുമാനം മാത്രമാണ്. മക്കളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ടാകാവുന്ന ബാധ്യതയെ കുറിച്ചിട്ട് ഒരു ബോധം വന്നത് ആ സമയത്താണ്. നിങ്ങൾ പിന്നീട് എന്തെങ്കിലും അധിക ക്ലെയിമുകൾ നടത്തിയിട്ടുണ്ടോ? പിന്നെ എനിക്കൊരു ചെറിയൊരു സർജറിയുടെ കേസ് വന്നിരുന്നു. അതായത് തുടർച്ചയായിട്ട് ജോലിയിൽ അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് 2022 ജൂലൈയിലാണ് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ആനസിൻ്റെ അവിടെ ഒരു ചെറിയ ഇൻഫെക്ഷൻ വന്നിട്ട് ഞാൻ ഒരാഴ്ചത്തോളം അത് സഹിച്ചിരുന്നു, അതിൻ്റെ പെയിനൊക്കെ. അത് കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണം. സർജറി എന്ന് പറഞ്ഞാൽ മൈനർ സർജറി അല്ല, നമ്മൾക്ക് അനസ്തേഷ്യ നൽകിക്കൊണ്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ സർജറി ചെയ്യാനുണ്ടായത്. അപ്പോൾ സർജറി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലുകാർ ഒരു 5000 രൂപ ഞങ്ങളുടെ അടുത്ത് പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ പൈസ ഞങ്ങൾ അടച്ചിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ക്ലെയിം കിട്ടിയത് 53,000 ചില്ലറ രൂപ, 53 ചില്ലറ രൂപ പൈസയാണ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് വന്നിരുന്നത്. അതിൽ 52,000 രൂപയും സ്റ്റാർ ഹെൽത്തിൽ നിന്ന് തന്നെ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജീവിതത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എത്രത്തോളം പ്രധാനമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു അച്ഛനെന്നുള്ള നിലയിലായാലും ഒരു വ്യക്തി എന്നുള്ള നിലയിലായാലും, അതായത് ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലായാലും ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആവശ്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിനെ എന്നല്ല, ഒരു വ്യക്തിനെ സംബന്ധിച്ചായാലും ഒരു കുടുംബത്തിനെ സംബന്ധിച്ചായാലും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ദിവസം പോലും അഡ്മിറ്റ് ആകുമ്പോൾ ഒരു സാധാരണ ഹോസ്പിറ്റലിലായാലും വലിയൊരു തുക വേണ്ടി വരുന്നുണ്ട്. ആ തുക ഇപ്പോഴത്തെ നിലയിൽ ഒരു അപ്പർ ക്ലാസ് പോലെയുള്ള ആൾക്കാർക്ക് പോലും ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ തുകയായിരിക്കും വരുന്നത്. അതായത് ഒരു 5 ദിവസം അഡ്മിറ്റായി എടുക്കേണ്ട ഒരാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 ലക്ഷത്തിന് താഴെ വരും. എത്ര ഉയർന്ന സാമ്പത്തിക സിറ്റുവേഷനുള്ള ആൾക്കാരായാലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത്രയും തുക എടുക്കാൻ ഉണ്ടാവില്ല. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻഷുറൻസ് അഡ്വൈസർ അല്ലെങ്കിൽ പോലും ഒരു പോളിസി ഹോൾഡർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഗുണം അനുഭവിച്ച ഒരാളെന്നുള്ള നിലയിൽ തന്നെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളാവുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവരെടുത്ത സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പോളിസിയിൽ അവർ 100% സാറ്റിസ്ഫൈഡ് എന്ന് പറയണേക്കാളും നല്ലത് 100% മുകളിൽ സാറ്റിസ്ഫൈഡ് എന്നാണ് പറയേണ്ടത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് എത്രത്തോളം സഹായകരമായിരുന്നു? എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അതായത് നമ്മൾ അത്യാവശ്യത്തിന് വ്യായാമവും ഭക്ഷണ രീതികളും അതേമാതിരി ഉറക്കം അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെൽത്ത് സെക്യൂറാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മൾ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികളും ആ ഘട്ടങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഇത്രയും ഗുണകരമായ സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ ഹൃദയം നിറഞ്ഞ നന്ദി സ്റ്റാർ ഹെൽത്ത് ഫാമിലിക്ക്, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഫാമിലിക്കും ജീവനക്കാർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ വിനിയോഗിക്കുകയാണ്.